ചെന്നൈയിൽ താമസമുള്ള മലയാളിയായ ഒരു വ്യവസായി പോളിറ്റ് ബ്യൂറോയ്ക്കും സംസ്ഥാന കമ്മിറ്റിക്കും കൊടുത്ത കത്ത് ഇന്ന് ഡൽഹി ഹൈക്കോടതിയിലെ കേസിൽ ഔദ്യോഗിക രേഖയായി മാറിയിരിക്കുകയാണ്. ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ ഈ കത്തിലൂടെ പുറത്തു വന്നിരിക്കുക. കേരളത്തിലെ അറിയപ്പെടുന്ന CPM നേതാക്കളും അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട CPM നേതാവിൻ്റെ കുടുംബാംഗവും ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഈ ദുരൂഹമായ സാമ്പത്തിക ഇടപാടിന് ഭാഗമായിരിക്കുന്നതായിട്ടാണ് ഈ കത്ത് പുറത്തു വരുന്നത്. 2021 പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്തു എന്ന് പറയുന്ന ഈ കത്ത് എന്തുകൊണ്ടാണ് പാർട്ടി ഇതുവരെ മൂടിവെച്ചത്? വളരെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ ഉള്ള ഒരു കത്താണിത്. കിങ്ഡം സെക്യൂരിറ്റി സർവീസ് എന്ന പേരിൽ ചെന്നൈയിൽ ഒരു കമ്പനി രൂപീകരിച്ച് കോടിക്കണക്കിന് രൂപ ആ അക്കൗണ്ടിലൂടെ വന്ന് വിദേശത്ത് നിന്ന് വന്ന് ആ അക്കൗണ്ടിൽ നിന്ന് കേരളത്തിലെ CPM നേതാക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ആ തുക കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നാണ് ഈ കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ മുഖേന തന്നെ വൻ തുക കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ നടന്ന ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടും വൻ തുക കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറിയുടെ അടുത്ത ബന്ധു തന്നെ ഈ ആരോപണ വിധേയനായ ആളുമായി നിരന്തരമായ സമ്പർക്കം പുലർത്തുകയും ഒരുമിച്ച് ബിസിനസ്സും ചെയ്യുകയാണ് എന്നുള്ള ആരോപണം വന്നിരിക്കുന്നു. CPM നേതാക്കളുടെ ഏറ്റവും അടുത്തയാളായി അറിയപ്പെട്ടിരുന്ന ആളാണ് ഇതിലെ ആരോപണ വിധേയനായ വ്യക്തി. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ, റിവേഴ്സ് ഹവാല ഉൾപ്പെടെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ ഈ ആരോപണ വിധേയനായ വ്യക്തിയുമായി കേരളത്തിലെ CPM നേതാക്കൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ കത്തിൽ വെളിവാകുന്നത്. ഇപ്പം ഈ കത്ത് വെളിപ്പെട്ടത് തന്നെ ഒരു വിവാദമായിരിക്കുകയാണ്. കാരണം ആരോപണ വിധേയനായ ആൾ തന്നെ തനിക്കെതിരായി വ്യവസായി കൊടുത്ത കത്ത് കോടതിയിൽ എന്തിന് രേഖയായി ഹാജരാക്കി? സത്യത്തിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അപകീർത്തി കേസാണ്. മാധ്യമങ്ങൾക്കുൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി അപകീർത്തി കേസാണ് കൊടുത്തിരിക്കുന്നത്. ആ അപകീർത്തി കേസിൽ തനിക്കെതിരായി വന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളുള്ള കത്ത്, പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത കത്ത്, എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്? ഇപ്പൊ പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്തിരിക്കുന്ന കത്ത് എങ്ങനെയാണ് ലീക്കായത് എന്നതിനെ കുറിച്ചാണ് ഇപ്പൊ ചർച്ച നടക്കുന്നത്. അപ്പൊ ഇത്രയും നാള് 3-4 വർഷക്കാലം CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് കേരളത്തിലെ CPMഉം ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഭാഗമായിട്ടാണ് സാമ്പത്തിക കൈമാറ്റം നടന്നിട്ടുള്ളത് എന്നുള്ള ആരോപണമുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഇക്കാര്യത്തിൽ അവരുടെ നിലപാടുകൾ വിശദീകരിക്കണം. അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറയണം. കേരളത്തിലെ ഗവൺമെന്റുമായും CPMഉമായും ബന്ധപ്പെട്ട് ഉള്ള ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ ആണ് ഈ കത്തിലൂടെ ഒരു വ്യവസായി, ഇവരൊക്കെയായിട്ട് ബന്ധമുള്ള ആളാണ്. ആരോപണ വിധേയനായ വ്യവസായിയുമായിട്ടും ഇവർക്കെല്ലാം ബന്ധമുള്ളതാണ്. മധുരൈ പാർട്ടി കോൺഗ്രസിൽ ഇദ്ദേഹം പങ്കെടുക്കാൻ വന്നപ്പോൾ പരാതിക്കാരനായ വ്യവസായി ഇടപെട്ടിട്ടാണ് പ്രതിനിധി സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയത് എന്നാണ് പറയുന്നത്. മധുരൈ പാർട്ടി കോൺഗ്രസിലെ പ്രത്യേക പ്രതിനിധിയാകാൻ ഈ വ്യക്തിക്ക് എന്താണ് ബന്ധമുള്ളത്? എന്താണ് സംഘടനാപരമായി CPMുമായോ അവരുടെ പോഷക സെക്രട്ടറികളുമായോ ഉള്ള എന്ത് മുൻകാല ബന്ധമാണ് ഈ ആരോപണ വിധേയനായ വ്യക്തിക്കുള്ളത്? അദ്ദേഹത്തെക്കുറിച്ച് ഉയർന്നിരിക്കുന്ന ഗൗരവതരമായ സാമ്പത്തിക ആരോപണങ്ങളിൽ പാർട്ടിക്കും പാർട്ടി നേതാക്കന്മാർക്കും എന്ത് പങ്കാണുള്ളത്? CPMന്റെ ആരും കാണാത്ത ഒരു മുഖം കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. ഇതിനെക്കുറിച്ച് മറുപടി പറഞ്ഞേ മതിയാവും. എന്തുകൊണ്ട് ഇത്രയും കാലം ഇത് മൂടിവെച്ചു? ഈ ആരോപണത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ കൂടി വ്യക്തമാക്കണം.